എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ മീൻസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഒരു 1v1 കളിക്കാൻ പോവുകയാണ്. ഹെഡ് ഷോട്ട് ഒള്ളിയാണെന്നാണ് തോന്നുന്നത്. ഹെഡ് ഷോട്ട് ഒള്ളി കളിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർ. ഇപ്പം ഇത് അക്കൗണ്ടൊക്കെ നോക്കുവാണെങ്കിൽ ഇവനെ ചിലവർക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ IDK ബാസിലാണ് എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് അയച്ചു തന്ന ബ്രോയാണിത്. ഇപ്പം അത്യാവശ്യം നല്ലപോലെ കളിക്കുന്ന ഒരു ബ്രോയാണ്. ഇവൻ്റെ കൂടെ 1v1 കളിച്ച് ജയിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറ്റുവാണെങ്കിൽ നമുക്ക് പൊളിക്കാം. പക്ഷെ ഇവൻ നല്ലപോലെ കളിക്കുന്നൊരു പ്ലെയറും കൂടെയാണ്. എനിക്ക് ഇച്ചിരി ഇതുണ്ട്, ജയിക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നോക്കാം. അപ്പോൾ ഹെഡ് ഷോട്ട് ഉള്ളിയാണ്. സെറ്റാക്കട്ടെ ഇതൊക്കെ ഒന്ന്. HP EP ഒക്കെ 100 വെച്ചപ്പോരെ. ഓക്കെ, സംസാരിക്കുകയാണ്. ഞാൻ മൈക്ക് ഓണാക്കിയാൽ പിന്നെ എൻ്റെ പോവും. ഒരു സീൻ എനിക്ക് ഞാൻ നോക്കട്ടെ മൈക്ക് ഓണാക്കാൻ. അപ്പോൾ ഗൈസ് നമ്മൾ അവനോട് പറഞ്ഞ് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവൻ റൂം ഇട്ടിട്ടുണ്ട്. ലോങ് വുൾഫാണ് അവൻ. ആ റൂം ഇട്ട് എനിക്ക് അൺലിമിറ്റഡ് ഗ്ലൂ വാൾ ഇടാൻ അറിയാത്തതുകൊണ്ട് അവൻ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഹെഡ് ഷോട്ട് ഉള്ളിയാണെന്നാണ് തോന്നുന്നത്. നോക്കാം. അൺലിമിറ്റഡ് ഗ്ലൂ വാളും ആയിരിക്കും. നോക്കാം, എല്ലാം നമുക്ക് നോക്കാം. കളി ജയിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അതായത് നമ്മുടെ അപ്പുറത്തെ ടീമി IDK ബസ്സിൽ അവിടെ അൺലിമിറ്റഡ് ഗ്ലൂ വാളാണ്. അൺലിമിറ്റഡ്. ഇപ്പോൾ പേടിയണ്ട. ഹെഡ് ഷോട്ട് ഉള്ളിയാണോ ദൈവമേ? ഫ്ലാഷ് ഒക്കെ എറിയാൻ പറ്റൂടെ? ആ ഹെഡ് ഷോട്ട് ഉള്ളിയാ. ഓക്കെ, കളി നോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, അവൻ ഒറ്റ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഗ്ലിച്ചുണ്ട്. അത് സീനാണ്. ഗ്ലിച്ചുണ്ട്. പിന്നെ റിമോട്ട് ഇട്ടിരിക്കുക. അവൻ ഇറങ്ങട്ടെ. അവൻ മെഡ് അടിക്കുവാന്നാണ് തോന്നുന്നത്. അവൻ ഇറങ്ങട്ടെ. അതെ, അയ്യോ പൊന്നളിയാ. അയ്യോ, ഗോളിട്. ഓക്കെ, അവനും കിട്ടി, എനിക്കും കിട്ടി നല്ലപോലെ. എന്ത് ഞാൻ ചത്തോന്ന് ഡൗട്ടുണ്ട്. ഹെഡ് ഷോട്ട് ഉള്ളി വെക്കണ്ടായിരുന്നു. ഇതിപ്പം ഇത് വരുവാണല്ലോ, സോം വരുവാ ഗൈസ്. ഇവാറും സോം വന്ന് മൂഞ്ചാൻ സാധിക്കുന്നുണ്ട്. അയ്യോ, അവൻ അടിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലായിക്കാണും അവനൊരു ബിഡാസ പ്രോ പ്ലെയറാണ്. വെറുതെ ഞാൻ വലിയ കാര്യത്തിൽ ഹെഡ് ഷോട്ട് ഉള്ളി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഞാൻ മൂഞ്ചാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എടുക്കാം. ഒറ്റ കളിയല്ലേ പോയിട്ടുള്ളൂ. ഇതുപോലെ കുറേ കളി ഞാൻ എടുത്തിട്ടൊക്കെ ഉള്ളതാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്ര നല്ലപോലെ കളിക്കാൻ പറ്റില്ല. ഗ്ലിച്ചൊക്കെ ഉണ്ട്. അപ്പം ഹിന്ദി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഇതുണ്ട്. അവൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ പേര് മീൻകാരനാണ്. ശരിക്കുള്ള പേരല്ല, എൻ്റെ അക്കൗണ്ട് നെയിം മീൻകാരൻ എന്നാണ്. അപ്പം അവനെൻ്റെ ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ 1v1 കളിച്ച്. അപ്പം അവൻ തോറ്റ്. അവൻ പറഞ്ഞ തന്നെ ഹെഡ് ഷോട്ട് ഉള്ളി ഇടാൻ. ഇവനാണ് അത്ര നല്ലപോലെ ഹെഡ് ഷോട്ടൊന്നും അടിക്കാൻ അറിഞ്ഞുകൂടാ. അവസാനം അവൻ കളി തോറ്റപ്പം ഹെഡ് ഷോട്ട് ഉള്ളി അവന് കളിക്കാവൊന്നും മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ എന്നോട് വന്ന് പറഞ്ഞു, എടാ നീ ഒന്ന് കളിക്കാവോടാ, എൻ്റെ ഫ്രണ്ടാണ്, അവൻ എന്നെ വെറുതെ 1v1 വിളിച്ച് ഹെഡ് ഷോട്ട് ഉള്ളി മാത്രം ഇട്ട്. ഹെഡ് ഷോട്ട് ഉള്ളി എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞപ്പം
കേട്ടില്ല, അവൻ ഹെഡ്ഷോട്ടുള്ളി വെച്ച് എന്നെ തോപ്പിച്ച് കുറേ എന്നെ ചുമ്മാ കളിയാക്കി, നീ ഒന്ന് കളിച്ച് ജയിക്കാവോ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ഓർത്ത് തന്നെ ന്യൂബും എല്ലായിരിക്കും. അവൻ ഫ്രീ ഫയർ തുടങ്ങിയതേ ഉള്ളൂ. അവൻ്റെ അക്കൗണ്ട് കാണുമ്പോഴേ മനസ്സിലാവും ഫ്രീ ഫയർ തുടങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഹെഡ്ഷോട്ടുള്ളി എന്ന് പറഞ്ഞാൽ ഡെസേർട്ടുകൾ കൊണ്ട് ഒറ്റയടി എന്നെ ഹെഡ്ഷോട്ടാണ്. എന്നിട്ട് ഞാൻ 2-3 കളി ഞാൻ പോയി, ചത്തുപോയി. എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞു, എടാ നിൽക്കടാ, ഇവൻ്റെ ആ കളി ഒന്ന് നോക്കാൻ വേണ്ടി ഞാൻ തോറ്റ ഈ മനസ്സിലായി. പിന്നെ ഞാനങ്ങ് അടിച്ചങ്ങ് കയറി. ഇപ്പം 7-2 ആയിരുന്നു. ഇപ്പം 7-2, എനിക്ക് 7, അവന് 2. ഞാൻ സത്യം പറയാം, നിങ്ങളൊക്കെ വിചാരിക്കും പിന്നെ കള്ളം പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവത്തില്ലെന്നാണോ എന്നൊക്കെ പറയും. സത്യമായിട്ട് ഞാൻ കള്ളം പറയുമല്ല, സത്യം ഞാൻ പറയുന്നത്, സത്യമുണ്ട് ഞാൻ പറയുന്നത്. ഓക്കെ, കളിയുടെ ശ്രദ്ധയില്ല ഞാൻ. അയ്യോ അടി. ഈ ഗണ്ണ് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? എനിക്കറിഞ്ഞൂടെ, ഒന്ന് പഠിപ്പിച്ചു തരണേ. അയ്യോ, ബാക്കി ഇതൊക്കെ വന്നടിക്കുന്നതേ. നൂബ് അവനല്ല നൂബ്. ഞാൻ മെഡൊന്നും അടിക്കട്ടെ. അയ്യോ എവിടെയാണോ ദൈവമേ? അയ്യോ പോയല്ലോ. പോയി ഹെഡ്ഷോട്ട് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞ കുത്തിപ്പിടിച്ച് ഹെഡ്ഷോട്ടൊക്കെ കയറ്റണം, സീനായിരിക്കും അല്ലേ? കുറേ പേരിങ്ങനെ 1v1 എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വരാൻ ഗൈസ്, ഇതുണ്ട്, ഇങ്ങനെ ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ അമ്മേ, എന്നെ അടിയാടാ അത്. ഇങ്ങനൊന്നും അടിക്കലടാ, എനിക്ക് മേലടാ. അടിക്കലടാ. അവൻ ചാടി അടിക്കുന്നു, മറ്റേ ട്രിക്കാ. ചാടി അടിച്ച് ഹെഡ്ഷോട്ടൊക്കെ കയറ്റുന്നവർ. ഉയ്യോ എൻ്റെ അമ്മേ, എന്നെ ഒരു അടി അടിച്ചവൻ. ആ പ്രോ പ്ലെയറാണ്. 2-2. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കളി പോയെന്ന്. എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട്. എന്നെ എടുക്കും, B40 എടുക്കാം. വേറെ ഹെഡ്ഷോട്ടിന് പറ്റിയ വലിയ ഗണ്ണൊന്നുമില്ല. വന്നിട്ടുണ്ടല്ലോ ഗൈസ്, ഞാൻ ആ കളി ജയിച്ചേ. ആ മീൻകാരനുമായിട്ട് 1v1 കളിച്ചിട്ട് കളി ജയിച്ച് അവൻ പറയുക, എടാ ഞാൻ ഹോസ്പിറ്റലിലാടാ, ഞാൻ ഒറ്റക്കൈയില്ല ഞാനിപ്പോൾ കളിച്ച, അതുകൊണ്ടായിരുന്നു, നീ കുറച്ച് കണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇരുന്ന്. എടാ ഒറ്റ കയ്യിൽ അത്രയ്ക്കും അടി. നിങ്ങൾ ആ വീഡിയോ കാണാം, പക്ഷെ ഞാൻ വീഡിയോ എടുത്തില്ല എന്നാ സമയത്ത്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലും അവൻ്റെ ഫോണിലും ആയിരുന്നു ഇപ്പോൾ കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയും, എൻ്റെ ദൈവമേ ഈ മീൻകാരൻ എന്നെ തള്ളുന്നതെന്ന്. അവൻ ഒറ്റ കയ്യിൽ അത്രയും നല്ല ഹെഡ്ഷോട്ടൊക്കെ അടിക്കുന്നത്. എന്തിയവൻ ഭയങ്കര ഗ്ലിച്ചുണ്ട് ഗൈസ്. ഗ്ലിച്ചെന്ന് പറഞ്ഞാൽ ലാഗ്. അയ്യോ എൻ്റെ പൊന്നെ, ഡൗട്ടുണ്ട് ഈ കളി പോകുമെന്ന്. അവൻ നല്ലപോലെ കളിക്കുന്നുണ്ട്, ഞാൻ നല്ലപോലെ കളിക്കുന്നുമില്ല. എന്തിയവൻ ബാക്കിൽ മിക്കവാറും സോം വന്ന് മൂഞ്ചാൻ സാധ്യതയുണ്ട്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഗൈസ്, എൻ്റെ കയ്യിലിരിക്കുന്ന ഗണ്ണ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവമേ, സോം വരുന്നു. അവനെന്ത് ചെയ്യടാ? അവൻ നല്ലൊരു അടി അടിച്ചു. എൻ്റെ ദൈവം, ഇവൻ നല്ല കളിയാ. എൻ്റെ പൊന്നളിയാ. എടാ കളിക്കലടാ, എനിക്ക് മേലടാ. തോന്നുന്നത് അടുത്ത് വന്നിട്ടുണ്ട്. ഓ മോനെ, കുത്തിപ്പിടിച്ച അവസാനം ഹെഡ് കയറ്റി. കുത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഹെഡ്ഷോട്ടുള്ളിയായിരുന്നു പറഞ്ഞു, കുത്തിപ്പിടിച്ച് ഞാൻ ഹെഡ് കയറ്റിയെന്നേ ഉള്ളൂ. കുഴപ്പമില്ല, വേറെ ഹെഡ്ഷോട്ടിന് പറ്റി കണ്ണൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇതുണ്ടായിരുന്നു, എന്തോ ഒരു പെക്കറും കണ്ട്, സ്നൈപ്പറും പോട്ടെ, ഏതൊരു പൊട്ട കണ്ണ്. ഡെസേർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 3-2. അവൻ അവിടെ അല്ലായിരുന്നു, ഇപ്പം അവിടെ നിന്ന് ഇങ്ങനെ വന്നേ. കുത്തിപ്പിടിച്ച സീനൊന്നും ഇല്ലായിരിക്കും അല്ലേ? ഉയ്യോ എൻ്റെ പൊന്നെ, എന്നെ അടിയോടെ അടിച്ച നീ.
അടങ്ങി വരല്ലേ പ്ലീസ് ഞാൻ പാവാണേ ഞാൻ പാവമ്മാ ഈ ട്രിക്ക് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ഓക്കെ ഉയ്യോ എൻ്റെ അമ്മേ. അയ്യോ മറ്റേ ACTT ഞങ്ങളെങ്ങാണ്ടാ പറയുന്നത് മറ്റേ കണ്ണും കൊണ്ട് ഒറ്റയടി. അവനോ നമ്മളിങ്ങനെ എന്ത് വരുന്നു പറയാം, എന്തോ വായിലും വരുന്നു, എനിക്ക് ഓർമ്മയും വരുന്നില്ല. അപ്പോൾ അവനൊരു പോയിൻ്റ് എനിക്കൊരു പോയിൻ്റ് അവനൊരു പോയിൻ്റ്, അങ്ങനെയാണ്. അപ്പോൾ 3-3 സമനിലയാണ്. എനിക്ക് തോന്നുന്നില്ല ഈ കളി ജയിക്കാൻ പറ്റുമെന്ന്. തോറ്റാ നാണക്കേടാ, കുഴപ്പമില്ല. പക്ഷെ മറ്റേതാണ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. അല്ലാതെ സ്ക്ലാഷ് കോഡാണെങ്കിൽ അതെനിക്ക് അൺലിമിറ്റഡ് ഗ്ലൂ വാൾ എങ്ങനെ ഇടണമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അപ്പം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, അറിയാത്തതുകൊണ്ടല്ലേ. നല്ലപോലെ അടിക്കുന്നുണ്ട്, അടിക്കാൻ ഹെഡ് കയറ്റാൻ നോക്കുന്നുണ്ട് നല്ലപോലെ. എവിടെയാ ബാക്കിൽ നിന്നൊക്കെ വന്നിരിക്കണം. ഭയങ്കരമായിട്ട് നല്ലപോലെ കളിക്കുന്നുണ്ടേ. എൻ്റെ ആണോ ഒന്നും കയറുന്ന പോലും ഇല്ല. എൻ്റെ ദൈവമേ, അവനേതോ പ്രോ പ്ലെയറായി. വെറുതെ ഞാൻ 1v1 വിളിച്ച് എന്ത്. അതെ ഉയ്യോ ഒറ്റയടി കളി പോയി ഉറപ്പാ ഗൈസ്, കളി പോയി. 4-3 കളി പോയി. കഷ്ടപ്പെട്ട് വെറുതെ അവനെ 1v1 വിളിച്ചത്, കളി തോറ്റേ. പക്ഷേ ഈ ലോങ് വുൾഫ് ആയതുകൊണ്ടായിരിക്കും എനിക്ക്. മറ്റേതാണ് പിന്നെയും കുഴപ്പമില്ല. സ്ക്ലാഷ് കോഡ് അൺലിമിറ്റഡ് ഗ്ലൂ വാൾ എങ്ങനെ ഇടണമെന്നൊന്ന് പഠിക്കണം. എന്നെ പറ്റി എനിക്ക് ഡെസേർട്ടുകളും കൊണ്ട് വണ്ടാ പഠിക്കേണ്ടായിരുന്നില്ല ഞാൻ. എന്നെ പറ്റുന്നതാണ് ഗൈസ്. പിന്നെ എവിടെ നിന്നൊക്കെ വരുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല ഗൈസ്. ഓ എൻ്റെ ദൈവമേ, ഫൈനൽ ഗൈസ്, ഫൈനലേ എന്നെ പോലെ വാശിയേറിയ പോരാട്ടോ ഗൈസ്. ഇതെനിക്ക് തോന്നുന്നില്ല ഞാൻ ജയിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ നല്ലപോലെ കളിക്കുന്നുണ്ട്. അവനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങോട്ടങ്ങ് തോന്നുന്നില്ല. നോക്കാം ഗൈസ്, നല്ലപോലെ കളിക്കുന്നുണ്ട് ഗൈസ്. 4-4 നല്ലപോലെ കളിക്കുന്നുണ്ട്. എന്നെക്കാളും നല്ലപോലെ കളിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാൻ തോറ്റു പോകുന്നു. വരുന്നുണ്ട് മാത്രമുണ്ട്. എൻ്റെ പൊന്നളിയാ, ഞാൻ പാവാടാ, എൻ്റെ അടിക്കില്ലടാ, ഞാൻ കുണ്ണാടാ, ഞാൻ കൂട്ടാടാ. അടാ അപ്പം മറ്റേ പട്ടാസ് കണ്ടല്ലോ കിടക്കുന്നത്. ഇവന് പ്രോയാണെന്ന് തോന്നുന്നത്. പൊട്ടാസ്. പക്ഷേ MP40 എടുക്കുവാണെങ്കിൽ എനിക്ക് കുത്തി പിടിക്കായിരുന്നു ഇതിൻ്റെ കൂടെ. പരിപാടിയാണ് കാണിച്ചത്. ഇവനെനിക്ക് ഭയങ്കര പേടി, എവിടെ നിന്നൊക്കെ അടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഉയ്യോ ഞാൻ പറഞ്ഞു കണക്കിട്ട്. പക്ഷേ 5-4 അപ്പം അവൻ കളി ജയിച്ച്. ഭയങ്കര പവർ കളിയായിരുന്നു അവൻ. ബിക്കോസ് ഞാൻ അവനോട് സംസാരിക്കട്ടെ, വെയിറ്റ് ചെയ്യും. അപ്പോൾ ഗൈസ് അവനെ ഞാൻ വിളിച്ചായിരുന്നു, അവനോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അവൻ നല്ലപോലെ കളിച്ച്. അപ്പോൾ അവൻ പറഞ്ഞ് അടുത്ത പ്രാവശ്യം നമുക്ക് ഞാൻ സ്ക്ലാഷ് കോഡ് ഇടാമെന്ന്. അവനിപ്പം അവൻ്റെ ഗിൽഡ് വാർ കളിക്കുക. അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സാണോ ടീമേറ്റ് ആണോ എന്ന് അറിഞ്ഞൂടാ, ആരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവനങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ അവസാനം ആ കളി മൂഞ്ചി കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി ഇതാണ്. പിന്നെ എന്തുവായിരുന്നു
അവൻ പറഞ്ഞായിരുന്നു ആ വീഡിയോ ഒന്ന് ഇടണമെന്ന്. എനിക്ക് ഈ കളി കാണാൻ പറ്റി. ഞാൻ നേരത്തെ കളിച്ച കളിയാണ്. ഇത് കാണാൻ പറ്റുമോ? ഇതൊക്കെ എന്ത്? ഞാൻ നേരത്തെ കളിച്ച ഒരു കളിയായിരുന്നു. ഇത് കാണാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ ഒന്ന് കാണിക്കാമായിരുന്നു. ഇതെങ്ങനെ കാണിക്കുന്നത്? ഇവിടെ കൊണ്ട് പിടിച്ച് നിൽക്കാൻ മതി. ആ ഇതില്ലേ ഇങ്ങനെ. ഞാനൊരു CS ക്രാഷ് കോഡ് കളിച്ചായിരുന്നു. അതിൽ വന്ന കളീൻ്റെ ഇതാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതും കൂടെ കാണിച്ചു വെച്ച് ഞാൻ വീഡിയോ എൻ്റെ ആക്കുന്നതായിരിക്കും. ഇതാണ് ഞാൻ. CS റാങ്കാണ്. പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പിന്നെ കസ്റ്റം കളിക്കാൻ നേരത്ത് ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ. ഞാൻ കളിച്ച ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണ് ഏതാണെന്ന് പറയണം നിങ്ങൾ. അപ്പം കറക്റ്റായിട്ട് പറഞ്ഞ ആളുടെ ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. ഉറപ്പാണ്, ഞാൻ പിൻ ചെയ്യും. അപ്പം CS ഞാൻ ഒരുത്തിനെ അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് പിന്നെ ഞാൻ വെടിയൊക്കെ വെച്ച് അവനെ പൊക്കാൻ പോയി. ടീംമേറ്റിനെ ഞാൻ പൊക്കാൻ പോയി. ഞാൻ നേരത്തെ മറ്റേ ഫുഡ് സ്റ്റെപ്പ് ഇല്ലേ, നമ്മുടെ അടുത്ത് വല്ല നമ്മുടെ എനിമീസ് ഉണ്ടെങ്കിൽ വൈബ്രേറ്റ് ആവത്തില്ല ഫോൺ. അത് ഞാൻ നേരത്തെ ഓൺ ആക്കിയില്ലായിരുന്നു. അത് ഓഫാക്കിയിരിക്കുമായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം ഓണാക്കി. അപ്പം അതാണ് നല്ല ഉപകാരമുള്ള സാധനമാണ്. ഈ കളിയിലായിരുന്നു എനിക്കത് ഉപകാരമായിട്ട് മനസ്സിലായത്. ഇവളെ ഞാൻ മറ്റേ പൊട്ടാസ് ഗണ്ണ് എടുത്തുകൊണ്ട് ഈ വീടിൻ്റെ മണ്ടേ കയറി. ബാക്കി നിങ്ങൾ കണ്ടോ? പിന്നെ ഈ പട്ടാസ് ഗണ്ണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. 1K സബ്സ്ക്രൈബേഴ്സ് തരുവാണെങ്കിൽ ഞാൻ ഉറപ്പാണ് എൻ്റെ ഫേസ് റിവ്യൂവിൽ ചെയ്യുന്നതായിരിക്കും. പറയുന്ന സത്യം. കുറേ പേരുണ്ട് എൻ്റെ മോന്ത കാണാത്തവർ. ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നേരത്ത് എനിക്ക് എന്തോ ഒരു ഇത് വന്നു, വൈബ്രേഷൻ അടിച്ച്. ഇപ്പോഴേ മനസ്സിലായി ആരോ കയറി വരുന്നുണ്ടെന്ന്. ഞാനപ്പോൾ ആ പൊട്ടാസ് കണ്ണും കൊണ്ട് വെടിവെച്ച്. ഇപ്പോഴെനിക്ക് മനസ്സിലായി വൈബ്രേഷൻ ഓഫാക്കിയെങ്കിൽ പണിയായേനേന്ന്. പിന്നെ ഞാൻ എൻ്റെ ഈ അക്കൗണ്ടിലില്ലേ, ഇതിനകത്ത് ഞാൻ എത്ര ഇയേഴ്സ് ഓൾഡായി? 5 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുണ്ട്. 5 ഇയേഴ്സ് ഓൾഡായ മറ്റേ ബാഞ്ചില്ലേ, ബാഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ട് 6. മോനെ സീനായിരുന്നേനെ. അപ്പം നിങ്ങളും നിങ്ങൾ എത്ര വർഷമായി നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാൻ തുടങ്ങിയിട്ട്? പിന്നെ ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു, അത് കാണാത്ത ആൾക്കാരുണ്ട്. എൻ്റെ ചാനലിൽ കയറുക, സബ്സ്ക്രൈബ് നിൽക്കുക. പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ മറ്റേ ബെല്ലൈക്കൺ ഓൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഞാൻ വീഡിയോ ഇടുമ്പം തന്നെ. അപ്പോൾ നിങ്ങളെല്ലാം അത് ചെയ്യും. നിങ്ങൾക്ക് പറ്റും. സിമ്പിൾ പരിപാടിയാണ്. ഞാൻ സ്പീഡ് മേളിൽ നിന്ന് എനിക്ക് അടി വന്നു. അപ്പം ഞാൻ ബെഡൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചും പോകാമെന്ന് വിചാരിച്ച്. എൻ്റെ ടീംമേറ്റ് അങ്ങ് റഷ് ചെയ്തങ്ങ് കയറി അങ്ങ് ചെല്ലുക. അപ്പം ഞാനും വിചാരിച്ചു എന്താ നമുക്കും കയറി അമ്മമാർക്ക് സപ്പോർട്ട് കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ ബാക്കി നിന്നൊക്കെ ആരാണ്ടോ എൻ്റെ ടീംമേറ്റിനെ കൊല്ലുന്നുണ്ട്. ഞാൻ തിരിഞ്ഞ് നോക്കി വെച്ചു അങ്ങ് കയറി മണ്ടേ കയറി. അവിടെ ഒരുത്തനുണ്ടായിരുന്നു, അവനെ ഞാൻ വെടി വെക്കാൻ നോക്കിയപ്പം എന്തൊക്കെയോ നടന്ന്. പിന്നെ വേറെ എവിടെ നിന്നൊക്കെയോ അടി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കവറെടുത്ത് ബെഡൊക്കെ അടിക്കാൻ നിർത്തി. എനിക്ക് പിന്നെ വൈബ്രേഷൻ അടിച്ച് ഫോണിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ എവിടെ നിന്നാന്ന് അറിഞ്ഞൂടെ ഒരു പെങ്കൊച്ച് ചാടി അങ്ങ് വന്നു. ഞാൻ പിന്നെ പുള്ളിക്കാരീനെ അടിച്ച് എത്രയൊക്കെയോ കില്ലൊക്കെയായി. എത്ര കില്ല? അപ്പോൾ എനിക്ക് 3 കില്ലായി. പ്രോ പ്ലെയർ. പിന്നെ ഈ സ്നൈപ്പ് ഗണ്ണ് കണ്ടോ? AWE പോലെ ഒരു നല്ലൊരു സ്നൈപ്പർ ഗണ്ണാണ്.
ഈ ഗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നല്ലപോലെ അത്യാവശ്യം നല്ലപോലെ കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. മുഫാസ ഞാനൊരു കാര്യം ആലോചിക്കും, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു പൊട്ടത്തരമാണ്. ചെയ്യണോ ചെയ്യണ്ടോയെന്ന് ആലോചിച്ചിരിക്കുക. വേണ്ട പോ. നമ്മുടെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റണം. ഇതിപ്പം ഞാൻ ഈ പ്രാവശ്യം കൂടെ ചാനലിൻ്റെ പേര് മാറ്റുവാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ ചാനലിൻ്റെ പേര് മാറ്റുന്നത്. എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്കങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ അറിഞ്ഞൂടല്ലോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പേര് ഗെയിമിംഗ് കിഡെന്ന്, പിന്നെ പറയുന്ന DPFF 10K അല്ല DPFF എന്ന്, അത് വേണ്ടിയിട്ട പേരാണ് മിസ്റ്റർ പ്രണോ ഗെയിമിംഗ്. ഇപ്പം മിസ്റ്റർ പ്രണോ നേരത്തെ DPFF എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വേറെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എൻ്റെ കണ്ടുപിടിക്കാൻ പാടായിരുന്നു. ഇപ്പം മിസ്റ്റർ പ്രണോ ഗെയിമിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു പ്രൊഫൈലാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചെന്താ അത് തന്നെ ഇടാന്ന്. നമ്മുടെ മാച്ച് നോക്കുവാണെങ്കിൽ 2-1, നമുക്ക് 2, അവന്മാർക്ക് 1. പ്രാവശ്യം എനിക്ക് 6 കില്ല് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഡെത്ത്, ഒരു പ്രാവശ്യം ചത്തുള്ളൂ. എന്നാലും ആ കഷ്ടം എന്നാ കളിയായിരുന്നു അവൻ കളിച്ചേ. എനിക്ക് എപ്പോഴേ തോന്നി ഞാൻ തോക്കൂന്ന്. നല്ലപോലെ കളിച്ചു. പക്ഷെ എനിക്കാണ് സ്ക്ലാഷ് കോഡില്ലേ, മറ്റേ സ്ക്ലാഷ് കോഡ് 1v1, അതാണ് ഇച്ചിരി കൂടെ കുഴപ്പമില്ലായിരുന്നു. അതാണ് നമുക്ക് ഇഷ്ടമുള്ള MATയോ വുഡ് പെക്കറോ ഡെസേർഡികളോ അതൊക്കെ എടുക്കാമായിരുന്നു. ഇതിപ്പോൾ ആണ് ഒരു ഗണ്ണ് എടുത്താൽ 2 മിനിറ്റ് 3 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഗണ്ണ് എടുത്തുള്ളൂ. അവനോട് പറഞ്ഞു എനിക്കാണ് മറ്റേ എല്ലാം കണ്ണും കിട്ടത്തില്ല ഗൈസ്. ആ സ്ക്ലാഷ് കോഡ് 1v1 അല്ലേ, ഏതെങ്കിലും നമ്മൾ സ്ക്ലാഷ് കോഡ് എല്ലാം കണ്ണും കിട്ടത്തില്ലേ, അത് മാത്രമേ അവൻ അറിയത്തുള്ളൂ എന്നാണ് അവൻ പറഞ്ഞു. അങ്ങനെ പങ്ങാണ്ട പറഞ്ഞേ. അവൻ പറഞ്ഞു എനിക്കതറിയാമെന്ന്. ഞാൻ ഇന്ന് നോക്കണം, യൂട്യൂബിൽ സെർച്ച് ചെയ്യണം. ഹൗ ടു പുട്ട് അൺലിമിറ്റഡ് ഗ്ലൂവാൾ ഇൻ ഫ്രീ ഫയർ ഇൻ കസ്റ്റം മാച്ച്. ഓക്കെ, നമ്മളെ കളി ജയിച്ച് പോയേ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കപ്പോൾ എത്ര കില്ലായിരുന്നു? എത്രയൊക്കെയോ കില്ലായിരുന്നു. അപ്പോൾ 4-4ഒന്നുമല്ല, 8 കില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. 8 കില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ സെൻഡ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്കും എൻ്റെ കൂടെ 1v1 കളിക്കണമെങ്കിൽ നിങ്ങൾ താഴെ നിങ്ങളുടെ ഇത് കിട്ടിട്ട് സെറ്റാക്കിയാൽ മതി. ഞാനപ്പം 1v1 കളിക്കാൻ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ടാറ്റാ.